നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ജോഷുവ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 9-ാം തിരുവചനം. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും പല സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ടു പോവാറുണ്ട്. ചിലപ്പോഴൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റക്കായിരിക്കാം. ജീവിതത്തിലെ വേദനകളുടെ സമയത്ത് നമ്മൾ ഒറ്റക്കായിരിക്കാം. നമ്മുടെ ലൈഫിൽ സന്തോഷം ഉണ്ടായ സമയത്തൊക്കെ ഒരുപാട് പേര് കൂടെ ഉണ്ടായി കാണും, അല്ലേ? നമുക്ക് നല്ല ജോലിയുള്ള സമയത്ത്, നമ്മുടെ സമൃദ്ധിയുടെ കാലത്ത്, സമ്പത്തിൻ്റെ കാലത്ത്, ഉയർച്ചയുടെ സമയത്ത് ഒരുപാട് പേരുണ്ടാകും. പക്ഷേ ചില സമയങ്ങളിൽ, നമ്മുടെ വേദനകളിൽ, നമ്മുടെ ഇല്ലായ്മകളിൽ, നമ്മുടെ ഒറ്റപ്പെടലുകളിൽ നമ്മൾ മാത്രമായിരിക്കും ഉണ്ടാവും. ഇവിടെ വചനം പറയുകയാണ്, നീ പോകുന്നിടത്തെല്ലാം കർത്താവ് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. പല ശുശ്രൂഷകളിലും പോകുമ്പോൾ ചില സമയങ്ങളിൽ കർത്താവിനോട് പറയാറുണ്ട്, ഒറ്റക്ക് പോയാൽ മതി. ചിലപ്പോൾ രാത്രിയൊക്കെ ആയിരിക്കാം ശുശ്രൂഷകൾ. കൺവെൻഷൻ കഴിഞ്ഞ് വരുന്നത് പാതിരാത്രിയാകും. കൂടെ ആരെയും കൊണ്ടാവാതെ ഒറ്റക്ക് പോകാൻ പറയും. പക്ഷെ അങ്ങനെയൊക്കെ ഞാൻ പോയി ശുശ്രൂഷ ചെയ്ത സമയങ്ങളിലെല്ലാം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് ശുശ്രൂഷകളിൽ ഞാൻ കണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ഒറ്റക്കല്ല. നിങ്ങൾ വിചാരിക്കരുത് ഞാൻ ഒറ്റക്കായി പോയി, ഞാൻ ഒറ്റപ്പെട്ടു പോയി, എന്നെ സഹായിക്കാൻ ആരുമില്ല, എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല, എന്നെ ആശ്വസിപ്പിക്കാനോ ഒന്ന് സാന്ത്വനപ്പെടുത്താനോ ആരുമില്ല എന്ന് പറയരുത്. കാരണം നമ്മുടെ കൂടെ ആരുണ്ട്? നമ്മുടെ യേശുവുണ്ട്. ആ കർത്താവിനെ അറിഞ്ഞ് നമ്മൾ മുമ്പോട്ട് പോയാൽ കണ്ടല്ലോ, നമ്മൾ എവിടെ പോയാലും കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാവും. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എന്താ പ്രത്യേകത? നമ്മൾ എന്ത് ചെയ്താലും അതെല്ലാം ബ്ലെസ്ഡ് ആയിരിക്കും, അതെല്ലാം 100 മേനി ഫലം കൊയ്യും. അതാണ് വചനം പറയുന്നത്. നീ പോകുന്നിടത്തെല്ലാം, നീ സ്കൂളിൽ പോകുമ്പോൾ, നീ കോളേജിൽ പോകുമ്പോൾ, നീ ജോലിക്ക് പോകുമ്പോൾ, നീ മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ, നിന്റെ ജീവിതത്തിൽ നീ മുമ്പോട്ട് പോകുമ്പോൾ, നിന്റെ പ്രതിസന്ധികളിൽ, ഇങ്ങനെ എല്ലാ സമയങ്ങളിലും നിന്റെ കൂടെ കർത്താവ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഈ വചനം, ജോഷുവ 1:9 വചനം നമുക്ക് എല്ലാവർക്കും അനുഗ്രഹവും ശക്തിയും അഭിഷേകവും മാറട്ടെ. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.